തിരക്ക് പിടിച്ച മുന്നണി പ്രവേശനം നടത്തിയ കേരള കോൺഗ്രസിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിലെ 3 സീറ്റുകൾ CPM ഏറ്റെടുത്തു. ഇതിൽ ഇരിക്കൂർ CPIക്ക് തന്നെ തിരികെ കൊടുക്കുവാനാണ് സാധ്യത. കേരളത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും അധികം വിജയസാധ്യതയുള്ള ഇരിക്കൂർ സീറ്റ് ഒരു വീണ്ടു വിചാരമില്ലാതെ ചോദിച്ചു വാങ്ങിയതിൽ കേരള കോൺഗ്രസ് പാർട്ടിക്കാർക്കിടയിൽ തന്നെ അമർഷമുണ്ടായിരുന്നു. വിജയസാധ്യതയുണ്ടായിരുന്ന പേരാവൂർ, തിരുവമ്പാടി സീറ്റുകൾ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇരിക്കൂർ പിടിച്ചു വാങ്ങിയത്. പെരുമ്പാവൂർ സീറ്റിന്റെ കാര്യവും വ്യത്യസ്തമല്ല. CPMലെ ഒരു പ്രബല വിഭാഗം വളരെ കഷ്ടപ്പെട്ടായിരുന്നു CPMലെ തന്നെ സാജു പോളിനെ തോൽപ്പിച്ച് 2021 മത്സരത്തിന് കളമൊരുക്കിയത്. CPM ചേരിതിരിഞ്ഞ് പൊരുതിയിരുന്ന പെരുമ്പാവൂരിൽ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കേണ്ട യാതൊരു കാര്യവും മാണി ഗ്രൂപ്പിനില്ലായിരുന്നു. പിറവം സീറ്റ് അത് കയ്യിലിരിപ്പുകൊണ്ട് കളഞ്ഞതാണ്. 6 മാസം മുമ്പ് വരെ KM മാണിക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി KM മാണിയെ അവഗണിച്ച് നടന്ന ഒരു സ്ത്രീയെ, ഒരു വനിതാരത്നത്തെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് പിറവത്ത് നിർത്തിയത് താക്കോൽ സ്ഥാനീയനായ ഒരു നേതാവിന്റെ അതിബുദ്ധിയായിരുന്നു. അതിന്റെ പിന്നാമ്പുറ കഥകളൊന്നും എനിക്കറിഞ്ഞൂടാ. ആ പ്രവൃത്തിയുടെ അലയടിയിൽ പാലായും കടുത്തുരുത്തിയും കൂടി തകർന്നടിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഇരിക്കൂർ, പെരുമ്പാവൂർ, പിറവം എന്നീ 3 മണ്ഡലങ്ങളും CPM ഏറ്റെടുക്കുന്നത്. തിരക്ക് പിടിച്ച മുന്നണി പ്രവേശനം നടത്തിയ മാണി ഗ്രൂപ്പ് ഒരു വീണ്ടു വിചാരമില്ലാതെ നേരത്തെ തന്നെ തീരുമാനിച്ച സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സീറ്റ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 10 സീറ്റുകളിൽ ജയിക്കാമായിരുന്ന മാണി ഗ്രൂപ്പിനെ 5-ൽ ഒതുക്കിയത് ഇതുപോലുള്ള മണ്ടൻ തീരുമാനങ്ങളായിരുന്നു. ജോസ് കെ മാണിയുടെ ഉപദേശകരുടെ പിടിപ്പുകേടാണ് 2021 7 സീറ്റിലെ ദയനീയ പരാജയവും 1 സീറ്റിലെ പിൻവാങ്ങലും. കടുത്തുരുത്തിയിൽ തോൽക്കാൻ മാത്രം ജനിച്ച സ്ഥാനാർത്ഥിയെ തെരഞ്ഞുപിടിച്ച് നിർത്തിയതിനെ പറ്റി രസകരമായ പല കഥകളും പാർട്ടിക്കാർ തന്നെ പാടി നടക്കുന്നുണ്ട്. പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ ഒഴിച്ച് ആര് മത്സരിച്ചാലും ഒരു വിഷമവുമില്ലാതെ നിഷ്പ്രയാസം ജയിക്കാവുന്ന സീറ്റായിരുന്നു കടുത്തുരുത്തി. മത്സരത്തിലൂടെ കൈവരുന്ന പുറം വരുമാനം മാത്രം ലാക്കാക്കി മത്സരിച്ചവരാണ് തോൽവി നേരിട്ടത്. ഇനിയായാലും കാശിനും കർമ്മത്തിനും കൊള്ളാത്ത ഇവറ്റകളോ എന്നും മത്സരിക്കാൻ, അഥവാ മത്സരിച്ചാൽ മോൻസിനെ തോൽപ്പിക്കാൻ പറ്റില്ല. മോൻസിന് പറ്റിയ എതിരാളിയേ അല്ല ഇവന്മാരൊന്നും. 2026 തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പിനെ മുഴുവൻ സീറ്റുകളിലും ജയിപ്പിച്ച് ചേർത്ത് പിടിക്കുവാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന സീറ്റുകൾക്ക് പകരമായി വിജയസാധ്യതയുള്ള മറ്റു സീറ്റുകൾ നൽകും. ഇതിനിടെ NCPയിലെ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ്. തോമസ് കെ തോമസ് മുന്നണി വിട്ട് പുറത്തു പോകേണ്ട അവസ്ഥയാണ്. അങ്ങനെ വരികയാണെങ്കിൽ CPM ആ സീറ്റ് ഏറ്റെടുത്ത് ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകും. അവരുടെ നിലവിലെ തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുത്ത് തലസ്ഥാനത്ത് CPM സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും. ആ ആവശ്യം പാർട്ടിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ശക്തമാണ് ആ ആവശ്യം. ആന്റണി രാജുവിനെ ഇനി മത്സരിപ്പിച്ചാൽ ആ സീറ്റും പോയി കിട്ടും. CPM പ്രവർത്തകർ തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. കുട്ടനാട്ടിൽ മുൻ MLAയും ചീഫ് വിപ്പുമായിരുന്ന ഡോക്ടർ KC ജോസഫ് തന്നെ മത്സരിക്കും. ആ സീറ്റ് ഡോക്ടർ KC ജോസഫ് മത്സരിച്ചാൽ വിജയം ഉറപ്പ് ആണ് താനും. UDFിലാണെങ്കിൽ കരുത്തനായ സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്നത്. മന്ത്രി ശശീന്ദ്രനെ മുഖ്യമന്ത്രി ചേർത്ത് പിടിക്കുകയാണ്. ഈ മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കുന്നതോടുകൂടി AK ശശീന്ദ്രൻ മത്സരവേദിയിൽ നിന്ന് മാറി നിൽക്കും. സീറ്റ് CPM ഏറ്റെടുക്കുകയും ചെയ്യും. ഉദ്യോഗസ്ഥ പ്രേരണയാൽ അനവസരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന വനം ഭേദഗതി ബിൽ ശശീന്ദ്രനെ മുഖ്യമന്ത്രിയും കുറച്ചൊന്നുമല്ല വലയ്ക്കുന്നത്. മുന്നണിയുടെ 3ാം കക്ഷി നേതാവും ചീഫ് വിപ്പുമായ പ്രൊഫസർ M ജയരാജൻ കാഞ്ഞിരപ്പള്ളിയിൽ പ്രതികരിച്ചതനുസരിച്ച് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ വിൽപ്പ് നൽകുന്ന പ്രശ്നമില്ലെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പുതിയ വന നിയമ ഭേദഗതി ഒരു കാട്ടുനീതി തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കുന്ന കർഷകരെയും കർഷക തൊഴിലാളികളെയും വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഈ നിയമം അത് നടപ്പിലാക്കുവാൻ ഘടകകക്ഷികൾ ആരും കൂട്ടുനിൽക്കില്ലാത്ത അവസ്ഥയാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് ഇതിന് തുറക്കമിട്ടത്. അതുകൊണ്ട് തന്നെ NCPയും AK ശശീന്ദ്രനും ജോസ് കെ മാണിയും കൂട്ടരുമായി അല്പം അകന്നാണ് നിൽക്കുന്നത്. മുനമ്പം വിഷയത്തിലും ഭരണമുന്നണിയിലെ ഘടകകക്ഷികളിൽ നിന്നും ആദ്യം മുനമ്പത്ത് ഓടിയെത്തിയതും മുഖ്യമന്ത്രിയായി ചർച്ച നടത്തി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സമ്മർദ്ദം ചെലുത്തിയതും ജോസ് കെ മാണിയാണ്. അതിൽ നെറ്റി ചൊളിച്ച പലരും മുന്നണിയിൽ തന്നെയുണ്ട്.